നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പുതുക്കാട് പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുതുക്കാട് സെന്ററിൽ നടന്ന പൊതുയോഗം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് VR രബീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി AV ചന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കാട് പഴയ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇവിടെ മാറ്റത്തിന് വേണ്ടി ഇടപെടുന്ന ഒരു ഗവൺമെൻറ് പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നു എന്നൊരൊറ്റ കാരണമാണ് കേരളമായി മാറിയത്. ഭ്രാന്താലയ പദവി കിടന്നിരുന്ന കേരളമാണ് കേരളം. പണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ കേരളം സന്ദർശിച്ച് പറഞ്ഞത്, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന നിലയിൽ ജനങ്ങൾ വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, അല്ലേ? ഹിന്ദു ക്ഷേത്രമാണെങ്കിൽ പോലും അധസ്ഥിത വിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിന് അടുത്തുകൂടി പോലും പോകാൻ കഴിയില്ല. അതല്ലേ കേരളം? ആ കേരളത്തെ നോക്കിയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണെന്നുള്ള ആ പദം. കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് പദ്ധതി വിഹിതമായും മറ്റും ഇവിടേക്ക് എത്തിയിട്ട് നമ്മൾ കേരള ഗവൺമെൻറ്റിൽ നിന്നും ലഭ്യമാകുന്ന സംഖ്യ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്കും ഗ്രാമീണ ജനങ്ങൾക്കും വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടി കാർഷിക മേഖലയിലൊക്കെ തന്നെ പുതിയ പദ്ധതികൾ ഉണ്ടാക്കി തരിശില്ലാത്ത ഭൂമിയാക്കി മാറ്റി കാർഷിക മേഖലയെ സമ്പുഷ്ടിയിലേക്ക് നയിക്കേണ്ട പഞ്ചായത്ത് ഭരണാധികാരികൾ ആ കാര്യങ്ങളിലേക്ക് യാതൊരു വിധത്തിലുമുള്ള പരിശ്രമം ഉണ്ടാക്കിയെടുത്തിട്ടില്ല. കുപ്രസിദ്ധ ഗുണ്ടകളായ 2 പേരെ കാപ്പ ചുമത്തി. കൊടകര പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി തച്ചനാടൻ വീട്ടിൽ ലാറ എന്നറിയപ്പെടുന്ന റെനീഷ്, അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ വെളുത്തൂർ വിളക്കുമാടം സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ കുടു എന്നറിയപ്പെടുന്ന അഭിഷേക് എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ ആണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. റെനീഷ് കൊടകര ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായി 3 വധശ്രമ കേസിലും വീട് കയറി ആക്രമണം നടത്തിയ 2 കേസുകളിലും 2 അടിപിടി കേസിലും അടക്കം 8 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അഭിഷേക് 3 വധശ്രമ കേസിലടക്കം 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. റെനീഷിനെതിരെ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും കൊടകര പോലീസ് ഇൻസ്പെക്ടർ PK ദാസ്, ASI ജ്യോതിലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അഭിലാഷ് എന്നിവരും അഭിഷേകിനെതിരെ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ കേഴ്സൺ, സബ് ഇൻസ്പെക്ടർ ബൈജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ക്രിജേഷ് എന്നിവരും പ്രധാന പങ്കുവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസും പ്രത്യേക റൂട്ട് മാർച്ച് നടത്തി. ദ്രുതകർമ്മസേന, പ്രത്യേക ദൗത്യസേന എന്നിവരെ ഉൾപ്പെടുത്തിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പ്രത്യേക റൂട്ട് മാർച്ച് നടത്തിയത്. റൂറൽ ജില്ലയിലെ 5 സ്ഥലങ്ങളിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചു. സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് 4000 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. റൂറൽ പോലീസ് ജില്ലയിലെ 22 സ്റ്റേഷൻ പരിധികളിലുള്ള 1634 ബൂത്തുകളിലും ജില്ലാ സംസ്ഥാന അതിർത്തികളിലും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി. തിരഞ്ഞെടുത്ത 675 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ സേവനവും ഉണ്ടാകും. 10 അതീവ പ്രശ്നബാധിത ബൂത്തുകളിലും 178 പ്രശ്നബാധിത ബൂത്തുകളിലും പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസുകാരെ നിയോഗിച്ചതായി റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, അഡീഷണൽ SP സിനോജ് എന്നിവർ അറിയിച്ചു. വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ.
പോട്ട പനമ്പിള്ളി കോളേജിന്റെ അടുത്ത് താമസിക്കുന്ന വെട്ടിക്കൽ വീട്ടിൽ ഷൈജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2013 ഡിസംബർ മാസത്തിൽ ചാലക്കുടി പോട്ട പുത്തൻപുരക്കൽ വീട്ടിൽ വിൽസൺ എന്നയാളെയും മകനെയും ആക്രമിച്ച കേസിൽ ഷൈജുവിന് കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഷൈജു ചാലക്കുടി, കൊടകര, ആളൂർ പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസും മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് 4 കേസുകളും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് 3 കേസുകളുമടക്കം 23 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജിത്, GSI ഉണ്ണികൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർ സജീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. 240 രൂപയാണ് പവന് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 95,400 രൂപയാണ്. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 11,925 രൂപയായി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹാൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1 ലക്ഷത്തിനടുത്ത് നൽകണം. വെള്ളിവില സ്ഥിരത പുലർത്തിയിട്ടുണ്ട്. ഗ്രാമിന് 190 രൂപയും കിലോഗ്രാമിന് 1,90,000 രൂപയുമാണ്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. പാഴായി നടപ്പറമ്പിൽ കരുണാകരൻ ഭാര്യ സുകുമാരി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അനിത, പ്രീതി, ദിനേശ്, പരേതനായ സുരേഷ് എന്നിവർ മക്കളും. ഷാഹിദ, സന്തോഷ്, ദയാനന്ദൻ, ദീപ എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,925 രൂപയും പവന് 95,400 രൂപയും രേഖപ്പെടുത്തി. വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.